ഹിമുക്രി എന്ന് പറയുന്ന സിനിമയുടെ ലൊക്കേഷൻ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എക്സ് ആൻഡ് ക്രിയേഷൻസിന്റെ ബാനറിൽ ചന്ദ്രകാന്തൻ പുനോർക്കോട് നിർമ്മിച്ച് നവാഗതനായ PK ബിനു വർഗീസ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഹിമുക്രി. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് അതീതമായി മാനവികതയ്ക്കും സ്നേഹത്തിനും സാഹോദര്യത്തിനും ഊന്നൽ നൽകുന്ന ഹിമുക്രിയുടെ പൂജ മലയാളത്തിന്റെ എക്കാലത്തെ റൊമാൻറ്റിക് ഹീറോ ശങ്കർ ഭദ്രദീപം തെളിയിച്ച് നിർവഹിച്ചു. നവാഗതനായ PK ബിനു വർഗീസിന്റെ കഥയിൽ നവാഗതനായ ഏലിക്കുളം ജയകുമാർ തിരക്കഥ നിർവഹിച്ച് PK ബിനു വർഗീസ് സംവിധാനം ചെയ്യുന്ന ഹിമുക്രിയിൽ പുതുമുഖം അരുൺ ദയാനന്ദ് നായകനാവുന്നു. ക്രിസ്റ്റി ബെന്നറ്റ്, അഞ്ജലി, അശ്വതി എന്നിവരാണ് നായികമാർ. നവാഗതനായ നന്ദു ജയകുമാറാണ് ഈ ചിത്രത്തിൽ വില്ലൻ വേഷം കൈകാര്യം ചെയ്യുന്നത്. ഇതുകൂടാതെ ശങ്കർ, ഇബ്രാഹിംകുട്ടി, മനോജ് ഗിന്നസ്, ചന്ദ്രകാന്തൻ പുന്നോർക്കോട്, കിഷോർ, അംബിക മോഹൻ, സ്വീറ്റി എബ്രഹാം എന്നിങ്ങനെ 30ഓളം താരങ്ങൾ ഈ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. ഇനി നമുക്ക് ലൊക്കേഷൻ കാഴ്ചകളും ഡയറക്ടർക്ക് സിനിമയെപ്പറ്റി പറയാനുള്ള കാര്യങ്ങളും കണ്ടിട്ട് വരാം. ഇപ്പം നമുക്കൊരു പ്രൊഡ്യൂസറെ കിട്ടി. ഹിന്ദു, മുസൽമാൻ, ക്രിസ്ത്യാനി ഇതിൻ്റെ ആദ്യത്തെ അക്ഷരമായിട്ടുള്ള ഹിമുക്രി എന്നുള്ള പേരോടുകൂടി, അതായത് ഹിമുക്രി എന്ന പേരോടുകൂടി, ടൈറ്റിലോടുകൂടി, അതായത് ചന്ദ്രകാന്തൻ പുന്നൂർക്കോട് എന്ന് പറയുന്ന പ്രൊഡ്യൂസർ എക്സ് ആൻഡ് എസ് ക്രിയേഷൻസിൻ്റെ ബാനറിൽ ചെയ്യുന്ന ഹിമുക്രി എന്ന സിനിമ ആണ് അരുൺ ദയാനന്ദ്. ഇദ്ദേഹമാണ് ഈ സിനിമയിലെ പ്രധാന ക്യാരക്ടർ ചെയ്യുന്നത്. അദ്ദേഹം 3 പേരോടുകൂടി, അതായത് ആദ്യത്തെ പേര് അദ്ദേഹത്തിൻ്റേത് മനോജ് എന്നാണ്, രണ്ടാമത്തെ ക്യാരക്ടറിൻ്റെ പേര് സമീർ എന്നാണ്, മൂന്നാമത്തെ ക്യാരക്ടറിൻ്റെ പേര് ജോമി എന്നാണ്. ഈ 3 പേര് കേൾക്കുമ്പോഴും നമുക്കറിയാം ആ വ്യക്തിയുടെ ഈ കഥയുമായിട്ടുള്ള ഡെപ്ത് എന്താണെന്നറിയാം. ഈ കഥയിലെ ഏറ്റവും ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടാണ് ജോർജ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്. ഇദ്ദേഹത്തിൻ്റെ പേര്, ഒറിജിനൽ പേര് നന്ദു എന്നാണ്. Ready?